ഹായ് ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ബ്രൂസ്ലി പി എസ് സിയിലേക്ക് സ്വാഗതം. കേരള പി എസ് സിയിൽ ഇനി നടക്കാൻ പോകുന്ന എൽ ഡി സി പരീക്ഷ, എൽ ജി എസ് പരീക്ഷ, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, ഈ എല്ലാ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റാണ് നമ്മൾ ചെയ്തു നോക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ജി കെയുടെ മിക്സഡ് ചോദ്യങ്ങളാണ്. 60 ചോദ്യമാണ് ചെയ്യുന്നത്. ഇത്രയും ദിവസം നടത്തിയതിൽ ഏറ്റവും വലിയ മോക്ക് ടെസ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്തു നോക്കാനായിട്ട് പോകുന്നത്. അത്യാവശ്യം ഈസി ക്വസ്റ്റ്യൻസ് ആണ്, ബേസ് ചോദ്യങ്ങളാണ് മാക്സിമം ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നല്ലപോലെ അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുന്നതെന്ന് മറക്കാതെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 3 ചോദ്യത്തിന് ഒരു തെറ്റ് വെച്ച് 3 തെറ്റ് വരുമ്പോഴേക്കും അതിൽ 1 മാർക്ക് മൈനസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മൈനസ് ചെയ്ത് തന്നെ നിങ്ങളുടെ നിലവാരം മാക്സിമം ഉയർത്തിക്കൊണ്ടു പോവുക. എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നതെന്ന് മനസ്സിലാക്കി അവയുടെ റിലേറ്റഡ് ഫാക്ടൊക്കെ കണ്ടെത്തി പഠിച്ച് മുന്നേറാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ അറിവിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് വരിക. ഓക്കെ, എന്തായാലും ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യമാണ്, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് തന്നിരിക്കുന്നതിൽ ആരുടെ പ്രതിമയാണ്? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് തന്നിരിക്കുന്നതിൽ ആരുടെ പ്രതിമയാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ആൻസർ ഓപ്ഷൻ ബി, വേലുത്തമ്പി ദളവ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് വേലുത്തമ്പി ദളവയുടെ പ്രതിമയാണ്. രണ്ടാമത്തെ ചോദ്യം, മാഹി വിമോചന സമരം നടന്ന വർഷം? മാഹി വിമോചന സമരം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ എ ആണ്, 1948. മാഹി വിമോചന സമരം 1948. മൂന്നാമത്തെ ചോദ്യം, അവസാന മാമാങ്കം നടന്ന വർഷം? അവസാന മാമാങ്കം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ സി ആണ്, 1755. അവസാന മാമാങ്കം നടന്ന വർഷം 1755. നാലാമത്തെ ചോദ്യം, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റി ഏതാണ്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കെ കസ്തൂരിരംഗൻ പാനൽ. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് കെ കസ്തൂരിരംഗൻ പാനൽ. അഞ്ചാമത്തെ ചോദ്യം, ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇരവികുളം. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം. ആറാമത്തെ ചോദ്യം, കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ആൻസർ ഓപ്ഷൻ ബി, രാമപുരം നദി. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി. അടുത്തതായിട്ട് ഏഴാമത്തെ ചോദ്യമാണ്, പൈതൽമല സ്ഥിതി ചെയ്യുന്ന ജില്ല? പൈതൽമല സ്ഥിതി ചെയ്യുന്ന ജില്ല. ആൻസർ ഓപ്ഷൻ സി ആണ്, കണ്ണൂർ. ഓക്കെ, പൈതൽമല സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂറാണ്. അത് കുഞ്ഞ് കണ്ണുള്ള പൈതൽ, അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക. കുഞ്ഞ് കണ്ണുള്ള പൈതൽ എന്ന് ഓർത്തിരിക്കുക. എട്ടാമത്തെ ചോദ്യം, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ്, വഴുതക്കാട്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വഴുതക്കാട്. ഓക്കെ, ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് എവിടെ? വഴുതക്കാട്. കാടിലാണ്. ഓക്കെ, കാട്. കാട് ഫോറസ്റ്റ് മലയാളമാണെന്ത്? കാട്. അപ്പോൾ ആ ഒരു കണക്ഷൻ വെച്ച് ഒന്ന് ഓർത്തിരിക്കുക. ഡിപ്പാർട്ട്മെൻറ്റാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒൻപതാമത്തെ ചോദ്യം, ദേശീയ കൈത്തറി ദിനം ആഘോഷിച്ചു തുടങ്ങിയ വർഷം? ദേശീയ കൈത്തറി ദിനം ആഘോഷിച്ചു തുടങ്ങിയ വർഷം. ആൻസർ ഓപ്ഷൻ ബി, 2015. ദേശീയ കൈത്തറി ദിനം ആഘോഷിച്ചു തുടങ്ങിയ വർഷം 2015. പത്താമത്തെ ചോദ്യം, ഒന്നാം കേരള നിയമസഭയിൽ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി ആരായിരുന്നു? ഒന്നാം കേരള നിയമസഭയിൽ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ടി തോമസ്. ഒന്നാം കേരള നിയമസഭയിൽ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി ആരാണ്?
ടി വി തോമസ്. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ ഓർക്കാം, തൊഴിൽ. ഓക്കെ, തൊഴിൽ. അടുത്ത എന്താണ്? ടി വി തോമസ്. ടി വി തോമസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 വകുപ്പുകളുണ്ട്, തൊഴിലും ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടും ഉണ്ട്. ഓക്കെ, ട്രാൻസ്പോർട്ട്. അപ്പോൾ മൊത്തത്തിലൊരു ടി കണക്ഷനാണ്. ഓക്കെ, അപ്പോൾ ടി വി തോമസിൻ്റെ വകുപ്പുകളായിരുന്നു തൊഴിലും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, ഗതാഗതമായിരുന്നു. 11ാമത്തെ ചോദ്യം, ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നദി ഏത്? ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നദി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്രഹ്മപുത്ര. ഓക്കെ, ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദിയാണ് ബ്രഹ്മപുത്ര. 12ാമത്തെ ചോദ്യം, കൊഹിന്നൂർ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം. കൊഹിന്നൂർ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആന്ധ്രാപ്രദേശ്. ഓക്കെ, കൊഹിന്നൂർ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 13ാമത്തെ ചോദ്യം, മനാസ് നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏത്? മനാസ് നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, കടുവ. ഓക്കെ, മനാസ് നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗമാണ് കടുവ. 14, കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കൊൽക്കത്ത. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. 15ാമത്തെ ചോദ്യം, മറാത്ത മാക്യവെല്ലി എന്നറിയപ്പെടുന്നത്. മറാത്ത മാക്യവെല്ലി എന്ന് അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, നാനാ ഫഡ്നവിസ്. മറാത്ത മാക്യവെല്ലി എന്നറിയപ്പെടുന്നത് നാനാ ഫഡ്നവിസ്. 16, സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. ആൻസർ ഓപ്ഷൻ എ ആണ്, ധൻബാദ്. സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനമാണ് ധൻബാദ്. 17ാമത്തെ ചോദ്യം, ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി. ആൻസർ ഓപ്ഷൻ ബി ആണ്, മദ്രാസ് സന്ധി. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധിയാണ് മദ്രാസ് സന്ധി. ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി. ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലിട്ടൺ. ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയിയാണ് ലിട്ടൺ. 19, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആര്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആര്? ആൻസർ ഓപ്ഷൻ എ, റെജിനാൾഡ് ഡയർ. ജനറൽ റെജിനാൾഡ് ഡയറാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ. 20ാമത്തെ ചോദ്യം, കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിക്കുന്ന പർവ്വതനിര ഏത്? കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിക്കുന്ന പർവ്വതനിര. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കാരക്കോറം. ഓക്കെ, കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം. 21ാമത്തെ ചോദ്യം, ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത്? ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആന്ത്രോത്ത്. ഓക്കെ, ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത്. 22, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലൂ. 23ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവരിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആര്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആര്? ആൻസർ ഓപ്ഷൻ എ ആണ്, HC മുഖർജി. താഴെ തന്നിരിക്കുന്നവരിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനാണ് HC മുഖർജി. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്ന് അറിയപ്പെടുന്നത്. ആൻസർ
ഓപ്ഷൻ ഡി ആണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 25ാമത്തെ ചോദ്യം, ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ തൻ്റെ പൗരത്വം നഷ്ടപ്പെടാം? ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ തൻ്റെ പൗരത്വം നഷ്ടപ്പെടാം? ആൻസർ ഓപ്ഷൻ ബി ആണ് 3 രീതിയിൽ. ഒരു ഇന്ത്യൻ പൗരന് 3 രീതിയിൽ തൻ്റെ പൗരത്വം നഷ്ടപ്പെടാം. 26ാമത്തെ ചോദ്യം, ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ബി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. 27ാമത്തെ ചോദ്യം, നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട്. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട്. ആൻസർ ഓപ്ഷൻ ബി പ്രൊഹിബിഷൻ. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. 28 രാജ്യസഭയുടെ കാലാവധി എത്ര വർഷം? രാജ്യസഭയുടെ കാലാവധി എത്ര വർഷം? ആൻസർ ഓപ്ഷൻ ഡി ആണ് കാലാവധി ഇല്ല. ഓക്കെ, രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. 29 ഒരു പ്രതിപക്ഷാംഗം ചെയർമാനായിട്ടുള്ള കമ്മിറ്റി ഏത്? ഒരു പ്രതിപക്ഷാംഗം ചെയർമാനായിട്ടുള്ള കമ്മിറ്റി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഒരു പ്രതിപക്ഷാംഗം ചെയർമാനായിട്ടുള്ള കമ്മിറ്റി ഏതാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. 30ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എത്രയാണ്? വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 10 രൂപ. ഓക്കെ, വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എത്ര രൂപയാണ്? 10 രൂപയാണ്. 31ാമത്തെ ചോദ്യം, തദ്ദേശ ഭരണം താഴെ പറയുന്നതിൽ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? തദ്ദേശ ഭരണം താഴെ പറയുന്നതിൽ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് സ്റ്റേറ്റ് ലിസ്റ്റ്. ഓക്കെ, തദ്ദേശ ഭരണം താഴെ പറയുന്നതിൽ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റ്. 32 നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ആര്? നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ആര്? ആൻസർ ഓപ്ഷൻ ഡി പി സദാശിവം. നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് പി സദാശിവം. 33ാമത്തെ ചോദ്യം, ജനശ്രീ ബീമാ യോജനയുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ആര്? ജനശ്രീ ബീമാ യോജനയുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ LIC. ജനശ്രീ ബീമാ യോജനയുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? LIC. 34ാമത്തെ ചോദ്യം, പുതിയ 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ചിത്രമാണ്? പുതിയ 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ചിത്രമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ചെങ്കോട്ട. ഓക്കെ, പുതിയ 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ചിത്രമാണ്? ചെങ്കോട്ട. 35 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആര്? ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആര്? ആൻസർ ഓപ്ഷൻ സി ആണ് നാരായൺ അഗർവാൾ. ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് നാരായൺ അഗർവാൾ. 36ാമത്തെ ചോദ്യം, സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ആൻസർ ഓപ്ഷൻ ബി ആണ് 1967. സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1967. കേരള വികസന പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? കേരള വികസന പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്?
ആൻസർ ഓപ്ഷൻ ഡി 10ാം പഞ്ചവത്സര പദ്ധതി. കേരള വികസന പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 10ാം പഞ്ചവത്സര പദ്ധതി. ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വായ്പ നൽകുന്ന ബാങ്ക് ഏത്? ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ വായ്പ നൽകുന്ന ബാങ്ക് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് സിഡ്ബി. ഓക്കെ, ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ വായ്പ നൽകുന്ന ബാങ്കാണ് സിഡ്ബി. 39. ലോകത്തെ ആദ്യത്തെ ഒഴുകുന്ന ATM തുടങ്ങിയ ബാങ്ക് ഏതാണ്? ലോകത്തെ ആദ്യത്തെ ഒഴുകുന്ന ATM തുടങ്ങിയ ബാങ്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ SBI. ലോകത്തെ ആദ്യത്തെ ഒഴുകുന്ന ATM തുടങ്ങിയ ബാങ്കാണ് SBI. 40ാമത്തെ ചോദ്യം, സെബി സ്ഥാപിതമായ വർഷം. സെബി സ്ഥാപിതമായ വർഷം. ആൻസർ ഓപ്ഷൻ സി 1988. സെബി സ്ഥാപിതമായ വർഷം 1988. 41. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഏത്? തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണെന്ത്? പ്ലാസ്മ. 42. ഉയരം കൂടുന്നതനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു? ഉയരം കൂടുന്നതനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് കൂടും. ഉയരം കൂടുന്നതനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. 43ാമത്തെ ചോദ്യം, പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ആൻസർ ഓപ്ഷൻ ബി ആണ് ക്രിസ്റ്റ്യൻ ഹൈജൻസ്. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. 44ാമത്തെ ചോദ്യം, ശബ്ദം ഒരു ഡേഷ് തരംഗമാണ്. ശബ്ദം ഒരു ഡേഷ് തരംഗമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് അനുദൈർഘ്യ തരംഗം. ശബ്ദം എന്താണ്? ഒരു അനുദൈർഘ്യ തരംഗമാണ്. 45. മഞ്ഞ നിറമുള്ള ഒരു പൂവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? മഞ്ഞ നിറമുള്ള ഒരു പൂവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് കറുപ്പ്. മഞ്ഞ നിറമുള്ള ഒരു പൂവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പ്. 46ാമത്തെ ചോദ്യമാണ്, നിഴലുകൾ ക്രമരഹിതമാകുന്ന പ്രതിഭാസം ഏത്? നിഴലുകൾ ക്രമരഹിതമാകുന്ന പ്രതിഭാസം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഡിഫ്രാക്ഷൻ. നിഴലുകൾ ക്രമരഹിതമാകുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. 47. വീൽ ചെയർ എത്രാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്? വീൽ ചെയർ എത്രാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 2ാം വർഗം. ഓക്കെ, വീൽ ചെയർ എത്രാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്? 2ാം വർഗം. 48. ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം ഏത്? ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് റെഡോൺ. ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം ഏതാണ്? റെഡോൺ. 49ാമത്തെ ചോദ്യം, ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്നത് എത്രാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്? ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്നത് എത്രാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 16. ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്നത് എത്രാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്? 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ.
50-ാമത്തെ ചോദ്യം, ട്രയാഡ്സ് നിയമം ആവിഷ്കരിച്ചതാര്? ട്രയാഡ്സ് നിയമം ആവിഷ്കരിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡൊബറൈനർ. ട്രയാഡ്സ് നിയമം ആവിഷ്കരിച്ചതാരാണ്? ഡൊബറൈനർ. 51-ാമത്തെ ചോദ്യം, മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏത്? മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ലിഥിയം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹമാണ് ലിഥിയം. 52-ാമത്തെ ചോദ്യം, ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസസംയുക്തം. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസസംയുക്തം. ആൻസർ ഓപ്ഷൻ എ ആണ് കാൽസ്യം ബൈകാർബണേറ്റ്. ഓക്കെ, ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസസംയുക്തമാണ് കാൽസ്യം ബൈകാർബണേറ്റ്. 53, റെയിൽ പാളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ. റെയിൽ പാളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ. ആൻസർ ഓപ്ഷൻ ബി ആണ് മീഡിയം സ്റ്റീൽ. റെയിൽ പാളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീലാണ് മീഡിയം സ്റ്റീൽ. 54, ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം. ആൻസർ ഓപ്ഷൻ ബി ആണ് ചുവന്ന രക്തകോശം. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശമാണ് ചുവന്ന രക്തകോശം. 55, കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ഏത്? കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് ദൃഷ്ടിപടലം. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ഏതാണ്? ദൃഷ്ടിപടലം. 56, റെഡ് ബീഫ് ടങ്ക് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? റെഡ് ബീഫ് ടങ്ക് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് നാക്ക്. ഓക്കെ, റെഡ് ബീഫ് ടങ്ക്, ടങ്കിൽ തന്നെ ഉണ്ട് നാക്ക്. ടങ്ക് നാക്കാണല്ലേ. ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? നാക്ക്. ഓക്കെ, ഇനി 57-ാമത്തെ ചോദ്യം, ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ഏത്? ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്പേം വെയിൽ. ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ഏതാണ്? സ്പേം വെയിൽ. 58, മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട രചനകൾ. മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട രചനകൾ. 59-ാമത്തെ ചോദ്യമാണ്, പൊതുസ്ഥലങ്ങളിൽ ടയറുകൾ കത്തിക്കുന്നത് നിരോധിച്ച ദേശീയ ട്രൈബ്യൂണൽ ഏത്? പൊതുസ്ഥലങ്ങളിൽ ടയറുകൾ കത്തിക്കുന്നത് നിരോധിച്ച ദേശീയ ട്രൈബ്യൂണൽ ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. പൊതുസ്ഥലങ്ങളിൽ ടയറുകൾ കത്തിക്കുന്നത് നിരോധിച്ച ദേശീയ ട്രൈബ്യൂണലാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ് 60-ാമത്തെ ചോദ്യം, രാജ്യാന്തര പരിസ്ഥിതി വർഷമായി സാർക്ക് ആചരിച്ചത് ഏത് വർഷം? രാജ്യാന്തര പരിസ്ഥിതി വർഷമായി സാർക്ക് ആചരിച്ചത് ഏത് വർഷം? ആൻസർ ഓപ്ഷൻ എ ആണ് 1992. ഓക്കെ, രാജ്യാന്തര പരിസ്ഥിതി വർഷമായി സാർക്ക് ആചരിച്ചത് ഏത് വർഷമാണ്? 1992. ഓക്കെ, എല്ലാവർക്കും ഇപ്പം മാർക്ക് കൂട്ടി നോക്കേണ്ട സമയമാണ്. 3 തെറ്റിന് 1 മാർക്ക് കുറച്ച് തന്നെ പോവുക. അപ്പോൾ ബബിൾ ചെയ്ത ഷീറ്റ് എടുത്തതിന് ശേഷം നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് ഞാനിപ്പോൾ പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ ബബിൾ ഷീറ്റിലും രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഇന്നത്തെ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക്
27 മാർക്കാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മറക്കാതെ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. അതുപോലെ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു നോട്ടിൽ, സെപ്പറേറ്റ് നോട്ടിൽ തെറ്റിയ ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി ഒരു നോട്ട് ഉണ്ടാവുമല്ലോ, ആ നോട്ടിൽ തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി വെച്ച് പഠിക്കുക. അതുപോലെ തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് വേഗം ഒന്ന് 2x സ്പീഡിലിട്ടോ × 5 സ്പീഡിലിട്ടോ ഒന്ന് വേഗം കേട്ടു പോവുക. അത് നല്ലൊരു റിവിഷനാണ്. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ കാണേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെ കൂടെ ഒന്ന് ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്